നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്നത്തെ ദിവസം ചില രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ തുറക്കുന്ന ദിവസമായിരിക്കും. ചിലർക്ക് സാമ്പത്തികമായി ആശ്വാസം ലഭിക്കും. ചില രാശിക്കാർക്ക് ഒരു കാര്യത്തിൽ മാത്രം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജോലി, പണം, കുടുംബം, ബന്ധങ്ങൾ എന്നിവയിൽ ഇന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച ചന്ദ്രൻ്റെ സഞ്ചാരവും ഇന്നത്തെ നക്ഷത്ര സ്വാധീനവും മനസ്സിൻ്റെ ചിന്തകളിലും തീരുമാനങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ശിവ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രത്യേക പ്രാധാന്യമുള്ള ദിവസമാണ്. പ്രദോഷവുമായി ബന്ധപ്പെട്ട് ശിവക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും നടത്തുന്നത് ശുഭകരമായി കാണുന്നു. ആദ്യം മേടം രാശിക്കാരെ കുറിച്ച് നോക്കാം. മേടം രാശിക്കാർക്ക് ഇന്ന് ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യത്തിൽ മുന്നോട്ടു പോകാനുള്ള അവസരം ലഭിക്കാം. ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വം കൂടും. മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരാനും സാധ്യത കാണുന്നു. പുതിയൊരു ബന്ധത്തിലൂടെയോ പരിചയത്തിലൂടെയോ നേട്ടം കണ്ടെത്താം. പെട്ടെന്ന് തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ 2 തവണ പരിശോധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ വരവും ചെലവും ഒരുപോലെ ഉണ്ടാകും. പഴയൊരു പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും സംസാരിച്ച് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല വാർത്ത കേൾക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആരോഗ്യകാര്യത്തിൽ ഉറക്കക്കുറവും ക്ഷീണവും ഇന്ന് ഒഴിവാക്കുക. ഇനി ഇടവം രാശിക്കാർക്ക് ഇന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ദിവസമാണ്. ഏറെ നാളായി നീണ്ടുനിന്ന ഒരു സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള വഴി ഇന്ന് തുറക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയൊരു അവസരത്തിൻ്റെ സൂചന ഇന്ന് ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ഇടപാടുകൾ വരാം. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത വേണം. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ പിന്തുണ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. പ്രണയബന്ധത്തിലുള്ളവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല തീരുമാനം ഉണ്ടാകാം. അടുത്തത് മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്ന ദിവസമാണ്. ചിന്തകൾ കൂടുതലായി മനസ്സിലേക്ക് കടന്നു വരാം. ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാതെ ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. ജോലിയിൽ ഒരു പഴയ പ്രശ്നം വീണ്ടും ഇന്ന് ചർച്ചയാകാം. അതിനെ സമാധാനത്തോടെ കൈകാര്യം ചെയ്താൽ പ്രശ്നം വലുതാകില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബന്ധം ഇന്ന് ഗുണം ചെയ്യും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ ഒരാളുടെ സഹായം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രണയകാര്യങ്ങളിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ തുറന്ന ആശയവിനിമയം ഇന്ന് വേണം. വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും ഏകാഗ്രതയും മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് പ്രതീക്ഷ നൽകുന്ന പല സൂചനകളും കാണാം. ജോലി ചെയ്യുന്നവർക്ക് അധിക ഉത്തരവാദിത്വം ലഭിക്കാം. ആദ്യം ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അതിലൂടെ തന്നെ നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് മേഖലയിൽ പുതിയൊരു അവസരം വരാം. സാമ്പത്തികമായി അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചാൽ നല്ല തുക സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ഏറെ നാളായി അകന്നു നിന്ന ഒരാളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരം ഇന്ന് ലഭിച്ചേക്കാം. വിവാഹിതർക്ക് പങ്കാളിയുടെ പിന്തുണ ഇന്ന് ലഭിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് സന്തോഷകരമായ വാർത്ത ലഭിക്കാൻ ഇന്ന് സാധ്യത കാണുന്നു. ആരോഗ്യകാര്യത്തിൽ ഭക്ഷണകാര്യം ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂർ ഇന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്.
ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും. ബിസിനസ്സിൽ പുതിയ തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരാം. ശരിയായ രീതിയിൽ ആലോചിച്ചെടുത്ത തീരുമാനം പിന്നീട് നേട്ടമായി മാറാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ഇന്ന് ലഭിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇന്ന് ശ്രദ്ധ വേണം. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് ഇന്ന് വില കിട്ടുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പ്രണയബന്ധത്തിൽ സന്തോഷകരമായ മാറ്റം ഇന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ശിവ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യമുള്ള ദിവസമായതിനാൽ കഴിയുന്നവർ വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിൽ ശിവനാമ ജപം നടത്തുകയോ ചെയ്യാം. വിശ്വാസമുള്ളവർ കൂവളയില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഇന്ന് ശുഭകരമായി കാണുന്നു. ഇനി കന്നിരാശിക്കാർക്ക് ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ദിവസമാണ്. ഏറെ നാളായി മനസ്സിൽ ആശങ്ക ഉണ്ടായിരുന്ന ഒരു വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പരിശ്രമം ശ്രദ്ധിക്കപ്പെടും. പുതിയ ഉത്തരവാദിത്വം ലഭിച്ചാൽ അത് ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന അവസരമായി അതിനെ കാണണം. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഫോൺ കോളോ സന്ദേശമോ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ ഉപഭോക്താക്കളിൽ നിന്നോ പഴയ ബന്ധങ്ങളിൽ നിന്നോ പുതിയ അവസരങ്ങൾ ലഭിക്കാം. സാമ്പത്തികമായി ഇന്ന് പണം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് നിയന്ത്രണം വേണം. വരുമാനം ഉണ്ടെങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകൾ കടന്നു വരാം. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത ഇന്ന് കാണുന്നു. കുടുംബത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടാകുമെങ്കിലും വൈകാതെ അതെല്ലാം പരിഹരിക്കപ്പെടും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചന വരാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇന്ന് ശ്രമിക്കേണ്ടതാണ്. ഇനി തുലാം രാശിക്കാർക്ക് ഇന്ന് നിങ്ങൾക്ക് ബന്ധങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു കാര്യത്തിൽ മറ്റൊരാളുടെ സഹായം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെയും വിനയവും പാലിക്കുക. ബിസിനസ്സുകാർക്ക് പുതിയ ക്ലയൻറ്റുകളെയോ പങ്കാളികളെയോ സംസാരിക്കാൻ അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പതുക്കെ മുന്നേറുന്നതാണ് നല്ലത്. വലിയൊരു വാങ്ങൽ നടത്താൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രം തീരുമാനിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാം. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കൽ ഇന്ന് വർദ്ധിക്കുന്നു. പ്രണയബന്ധത്തിലുണ്ടായിരുന്ന ചെറിയൊരു അകൽച്ച ഇന്ന് കുറയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ നല്ല സമയമാണ്. ആരോഗ്യത്തിൽ വെള്ളം ധാരാളം കുടിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. അടുത്തത് വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ആദ്യം ചെറിയ ആശയക്കുഴപ്പമായി തോന്നാവുന്ന ഒരു മാറ്റം പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായി മാറും. ജോലിയിൽ പുതിയൊരു ചുമതല ലഭിക്കാം. ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് ഒരു പുതിയ അവസരത്തെക്കുറിച്ച് കേൾക്കാൻ ഇന്ന് സാധ്യത കാണുന്നു. ഉടൻ തീരുമാനമെടുക്കാതെ ഓഫറിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ കൃത്യമായി സൂക്ഷിക്കണം. മറ്റൊരാളുടെ വാക്ക് മാത്രം വിശ്വസിച്ച് പണം നിക്ഷേപിക്കുന്നത് ഇന്ന് ഒഴിവാക്കുക. കുടുംബത്തിൽ മുതിർന്ന ഒരാളുടെ ഉപദേശം നിങ്ങൾക്ക് ഇന്ന് ഗുണം ചെയ്യും. പ്രണയബന്ധത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ തലവേദനയും ക്ഷീണവും ഇന്ന് അവഗണിക്കരുത്. ഇനി ധനുരാശിക്കാർക്ക് ഇന്ന് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ദിവസമാണ്. ഏറെ നാളായി കാത്തിരുന്ന ഒരു മറുപടി ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാം. ജോലിയിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്നതായി കാണാം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനം ലഭിക്കാനും സാധ്യത കാണുന്നു. വിദേശ ജോലി
യാത്ര, വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയിൽ മുന്നേറ്റത്തിന് ഇന്ന് സൂചനകൾ കാണാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വിപണി കണ്ടെത്താൻ സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ആശയം ഇന്ന് മനസ്സിലേക്ക് കടന്നു വരാം. അത് നടപ്പാക്കുന്നതിന് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷം നിറയുന്ന ദിവസമാണ്. വിവാഹ കാര്യങ്ങളിൽ അനുകൂല ചർച്ചകൾ ഇന്ന് ഉണ്ടാകാം. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ശക്തമാകാനുള്ള അവസരം ഇന്ന് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും നല്ല പിന്തുണ ഇന്ന് ലഭിക്കും. അടുത്ത രാശി മകരം രാശി. മകരം രാശിക്കാർക്ക് ഇന്ന് ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന ദിവസമാണ്. ജോലി കൂടുതലായാലും അതിൻ്റെ ഫലം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയുന്ന സമയമാണ്. സ്ഥാനക്കയറ്റമോ പുതിയ ചുമതലയോ സംബന്ധിച്ച് ചില സൂചനകൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് മുമ്പ് നൽകിയ അപേക്ഷയിൽ നിന്ന് മറുപടി വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് വളരെ നല്ല ശീലം പാലിക്കണം. ആവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞ് ഇന്ന് ചെലവാക്കുക. ചെറിയൊരു സമ്പാദ്യം പോലും പിന്നീട് വലിയ സഹായമാകും. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം ലഭിക്കുന്ന ദിവസമാണ്. ദാമ്പത്തിക ജീവിതത്തിൽ ഇന്ന് സമാധാനം നിലനിൽക്കും. പ്രണയബന്ധത്തിൽ ഒരു നല്ല വാർത്ത ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്ഥിരത ആവശ്യമാണ്. ആരോഗ്യത്തിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം ഇന്ന് നിങ്ങൾ നൽകേണ്ടതാണ്. ഇനി കുംഭം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ സൂചനകളാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികൾ ഇന്ന് തുടങ്ങാം. നിങ്ങൾ ഏറെ നാളായി മാറ്റിവെച്ചിരുന്ന ഒരു കാര്യം വീണ്ടും ഇന്ന് മുന്നിലെത്തും. അതിൽ ശക്തിയായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ നേട്ടമുണ്ടാകാം. ബിസിനസ്സിൽ പുതിയ ആളുകളുമായി ബന്ധപ്പെടുന്നത് ഇന്ന് ഗുണം ചെയ്യും. സാമ്പത്തികമായി ചെറിയൊരു നേട്ടം ഇന്ന് പ്രതീക്ഷിക്കാം. പെട്ടെന്നുള്ള ലാഭം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളിൽ ജാഗ്രത വേണം. കുടുംബത്തിൽ ഒരാളുടെ വിഷമം പരിഹരിക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. പ്രണയബന്ധത്തിൽ സന്തോഷകരമായ സംഭാഷണങ്ങൾ ഇന്ന് നടക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ഇന്ന് താൽപ്പര്യം വർദ്ധിക്കും. ഇനി മീനം രാശിക്കാർക്ക് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്ന സൂചനകൾ ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പരിശ്രമത്തിന് ഇന്ന് അംഗീകാരം ലഭിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്ന് നല്ല അവസരം മുന്നിലെത്താം. ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ ഇടപാടിൽ നിന്നും നേട്ടം ലഭിക്കാൻ ഇന്ന് സാധ്യത കാണുന്നു. സാമ്പത്തികമായി ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. പണം വരാനുള്ള വഴി തുറക്കുമ്പോഴും അതോടൊപ്പം ചെലവുകളും ഇന്ന് ഉണ്ടാകാം. കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും. വിവാഹിതർക്ക് പങ്കാളിയുടെ പിന്തുണ ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറയാൻ ഇന്ന് നല്ല ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായും കാണാം. ആരോഗ്യത്തിൽ ഉറക്കക്കുറവും ഭക്ഷണക്രമവും ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ ഭാഗ്യസൂചനകൾ കൂടി നമുക്ക് നോക്കാം. ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അമിതമായി വേഗത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുക. വിശ്വാസമുള്ളവർ വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിൽ ശിവനാമം ജപിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ഇന്നത്തെ ഭാഗ്യനിറം വെള്ളയും ഇളമ്പച്ചയും. ഭാഗ്യസംഖ്യ 6. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ട് പോകുക. അങ്ങനെ നോക്കുമ്പോൾ ഓഗസ്റ്റ് 10 ചില രാശിക്കാർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക ആശ്വാസവും നൽകുന്ന ദിവസമാണ്. എന്നാൽ ഓരോരുത്തരുടെയും ജനനജാതകവും ദശാകാലങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. പൊതുവായ ജ്യോതിഷ സൂചനകളായി മാത്രം ഇതിനെ കാണുക.
ഈ ഫലത്തിൽ നിങ്ങളുടെ രാശി എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ നക്ഷത്രവും കൂടി പറഞ്ഞാൽ അടുത്ത വീഡിയോകളിൽ അതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ദിവസത്തെ ഫലവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.